റിപ്പോർട്ടഡ് സ്പീച്ച്. ഇന്ന് നമ്മൾ ഇമ്പരറ്റീവ് സെൻറ്റൻസിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ എന്താണ് ഇമ്പരറ്റീവ് സെൻറ്റൻസ് എന്ന് അറിയണം. ഒരാളോടൊരു റിക്വസ്റ്റ്, അഡ്വൈസ് ഓർ കമാൻഡ് അല്ലെങ്കിൽ സജഷൻ അതോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണ് ഇമ്പരറ്റീവ് സെൻറ്റൻസ്. അത് തന്നെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, ഇമ്പരറ്റീവ് സെൻറ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മാർഗം. ഏറ്റവും എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇമ്പരറ്റീവ് സെൻറ്റൻസുകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെർബ് വെച്ചായിരിക്കും. അപ്പോൾ അതിന് സബ്ജക്റ്റ് ഇല്ലെന്നാണോ? അതെ, സബ്ജക്റ്റ് ഉണ്ട്, പക്ഷേ അത് അണ്ടർസ്റ്റുഡാണ്, പൊതുവെ ഉപയോഗിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഷീ സെഡ് ക്ലോസ് ദ ഡോർ. സി, അവിടെ വെർബ് വെച്ചാണ് ആ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ അവിടെ സബ്ജക്റ്റ് ഇല്ലേ? സബ്ജക്റ്റ് ഉണ്ട്, അത് അണ്ടർസ്റ്റാൻഡബിൾ ആണ്. യു ക്ലോസ് ദ ഡോർ, അതവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. സോ ലെറ്റ്സ് കൺവേർട്ട് ദിസ് സെൻറ്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് റിപ്പോർട്ടിംഗ് വെർബാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പ്ലീസ് ക്ലോസ് ദ ഡോർ എന്നാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഷീ റിക്വസ്റ്റഡ്, അല്ല ഷീ ഷൗട്ടഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വയ്ക്കാമായിരുന്നു ഷീ കമാൻഡഡ്. ഇവിടെ അങ്ങനെ ഒരു ഹിൻറ്റും നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ റിപ്പോർട്ടിംഗ് വെർബ് സെഡ് തന്നെയാണ്. ഷീ സെഡ്. ഇനി എന്താണ്? കൺജങ്ഷൻ വേണം. എന്തിനാണ് നമ്മൾ കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്? ടു ഇൻട്രൊഡ്യൂസ് ദ റിപ്പോർട്ടഡ് ആക്ഷൻ. അപ്പോൾ ഇവിടെ ഇമ്പരറ്റീവ് സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ടു ആണ്. ഷീ സെഡ് ടു. ഇനി എന്താണ്? ആ ബാക്കിയുള്ളത് അങ്ങ് എഴുതുക. ഷീ സെഡ് ടു ക്ലോസ് ദ ഡോർ. സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ്, എന്തുകൊണ്ട് ഇവിടെ ടെൻസ് ചേഞ്ച് ആയില്ല? ദർ ഈസ് നോ നീഡ് ടു ചേഞ്ച് ദ ടെൻസ്. കാരണം എന്താ? നമ്മളിവിടെ ഉപയോഗിച്ച കൺജങ്ഷൻ എന്താണ്? ടു ആണ്. ദ കമാൻഡ് ഓർ റിക്വസ്റ്റ് ഈസ് എക്സ്പ്രസ്ഡ് യൂസിങ് ദ ഇൻഫിനിറ്റീവ് ഫോം. എന്താണ് അതിൻ്റെ പ്രത്യേകത? ടുവിന് ശേഷം നമ്മൾ ബേസ് വെർബാണ് ഉപയോഗിക്കുക. സോ ഇമ്പരറ്റീവ് സെൻറ്റൻസ് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുമ്പോൾ ടെൻസ് ചേഞ്ച് സംഭവിക്കുന്നില്ല.